മധ്യപൂർവേഷ്യയിൽ യുദ്ധസമാനമായ അന്തരീക്ഷവും കടുത്ത ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങളും നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ പ്രതിരോധ രംഗത്ത് കനത്ത ചലനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ഇറാന്റെ പുതിയ സൈനിക നീക്കം പുറത്തു വന്നിരിക്കുകയാണ്. തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത അത്യാധുനിക ഹ്രസ്വദൂര വ്യോമ പ്രതിരോധ സംവിധാനമായ മജീദ് AD-08 ഇറാൻ അർമേനിയയ്ക്ക് കൈമാറിയെന്നാണ് പുറത്തുവരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. അമേരിക്കയുമായും പാശ്ചാത്യ ശക്തികളുമായും അടുത്ത നയതന്ത്ര സൈനിക ബന്ധം പുലർത്തുന്ന ഒരു രാജ്യത്തിലേക്ക് ഇറാന്റെ മാരകമായ മിസൈൽ പ്രതിരോധ സംവിധാനം എത്തിയത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ നടുക്കമുണ്ടാക്കിയിട്ടുണ്ട്. പ്രമുഖ അന്താരാഷ്ട്ര പ്രതിരോധ നിരീക്ഷക മാധ്യമമായ ഇറാൻ ഒബ്സർവർ ആണ് ഈ നിർണായക വിവരം ആദ്യമായി പുറത്തുവിട്ടത്. അർമേനിയയുടെ തലസ്ഥാനമായ യെരവാനിൽ നടന്ന റിപ്പബ്ലിക് ദിന പരേഡിന്റെ റിഹേഴ്സലുകൾക്കിടയിലാണ് ഇറാൻ ഈ വ്യോമ പ്രതിരോധ സംവിധാനം പരസ്യമായി പ്രത്യക്ഷപ്പെട്ടത്. ഇതോടെ ഇറാനിൽ നിന്ന് ഔദ്യോഗികമായി മജീദ് MD-08 സിസ്റ്റം സ്വന്തമാക്കുന്ന ആദ്യത്തെ വിദേശ രാജ്യമായി അർമേനിയ മാറിയിരിക്കുകയാണ്. രഹസ്യമായി സൂക്ഷിച്ചിരുന്ന ഈ ആയുധ ഇടപാട് പരേഡ് റിഹേഴ്സലിലൂടെ പുറത്തായതോടെ മേഖലയിലെ ശക്തി സമവാക്യങ്ങൾ പൂർണ്ണമായി മാറിമറിയുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇരു രാജ്യങ്ങളും തമ്മിൽ മുൻപ് ഒപ്പുവെച്ച അതീവ രഹസ്യമായ പ്രതിരോധ കരാറിന്റെ ഭാഗമായാണ് ഈ ആയുധ കൈമാറ്റം നടന്നിരിക്കുന്നത്. ഏകദേശം 500 ദശലക്ഷം US$ മൂല്യമുള്ള വൻ ആയുധ ഇടപാടാണ് 2024 ഇറാനും അർമേനിയയും തമ്മിൽ ഒപ്പിട്ടതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഈ കരാറിന്റെ അടിസ്ഥാനത്തിലുള്ള ആദ്യഘട്ട ആയുധ കൈമാറ്റമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. ലോകം മുഴുവൻ മിഡിൽ ഈസ്റ്റിലെ മറ്റ് യുദ്ധങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്ന സമയത്താണ് അതീവ രഹസ്യമായി ഈ പ്രതിരോധ ഇടപാടുകൾ ഇരു രാജ്യങ്ങളും പൂർത്തിയാക്കിയത്. അമേരിക്ക, ഇസ്രയേൽ എന്നീ രാജ്യങ്ങളുമായി ഇറാൻ നേരിട്ടുള്ള കടുത്ത സൈനിക സംഘർഷങ്ങളിലേക്ക് നീങ്ങുകയും വലിയ തോതിലുള്ള അന്താരാഷ്ട്ര ഉപരോധങ്ങൾ നേരിടുകയും ചെയ്യുന്ന ഘട്ടത്തിലാണ് ഈ വാർത്ത പുറത്തുവരുന്നത്. പാശ്ചാത്യ ചേരിയുമായി അടുത്ത ബന്ധമുള്ള അർമേനിയ പോലുള്ള ഒരു രാജ്യത്തിലേക്ക് ഇറാൻ തങ്ങളുടെ അത്യാധുനിക സാങ്കേതിക വിദ്യ കൈമാറിയത് ആഗോളതലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചു കഴിഞ്ഞു. ഇറാന്റെ സൈനിക സ്വാധീനം കേവലം മധ്യപൂർവേഷ്യയിൽ മാത്രം ഒതുങ്ങുന്നതല്ലെന്നും അത് കോക്കസസ് മേഖലയിലേക്കും വ്യാപിക്കുകയാണെന്നും ഈ നീക്കം അടിവരയിടുന്നുണ്ട്. സാങ്കേതികമായി നോക്കുകയാണെങ്കിൽ മജീദ് AD-08 എന്നത് ആധുനിക യുദ്ധവിമാനങ്ങൾക്കും ഡ്രോണുകൾക്കും കടുത്ത ഭീഷണി ഉയർത്താൻ ശേഷിയുള്ള ഒന്നാണ്. താഴ്ന്നു പറക്കുന്ന യുദ്ധവിമാനങ്ങൾ, അത്യാധുനിക UAV-കൾ, ക്രൂയിസ് മിസൈലുകൾ, ഹെലികോപ്റ്ററുകൾ എന്നിവയെ കൃത്യമായി ലക്ഷ്യം വെച്ച് തകർക്കാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഹ്രസ്വദൂര വ്യോമ പ്രതിരോധ സംവിധാനമാണിത്. യുദ്ധരംഗത്ത് അതിവേഗം ചലിപ്പിക്കാൻ കഴിയുന്ന ട്രക്കുകളിലോ മറ്റ് സൈനിക വാഹനങ്ങളിലോ ആണ് ഈ മിസൈൽ സിസ്റ്റം ഘടിപ്പിക്കാറുള്ളത്. ഈ വ്യോമ പ്രതിരോധ സംവിധാനത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത അതിന്റെ അത്യാധുനിക ടാർഗറ്റിംഗ് സാങ്കേതിക വിദ്യയാണ്. ശത്രുക്കളുടെ വിമാനങ്ങളെയും മിസൈലുകളെയും കണ്ടെത്താൻ മജീദ് സിസ്റ്റം ഉപയോഗിക്കുന്നത് പാസീവ് ഇൻഫ്രാറെഡ് സാങ്കേതിക വിദ്യയാണ്. അതായത് പരമ്പരാഗത റഡാറുകളെ പോലെ ഇവ പുറത്തേക്ക് റേഡിയോ തരംഗങ്ങൾ പുറപ്പെടുവിപ്പിക്കാറില്ല. പകരം ശത്രു വിമാനങ്ങളിൽ നിന്നോ ഡ്രോണുകളിൽ നിന്നോ പുറപ്പെടുന്ന താപം മാത്രം തിരിച്ചറിഞ്ഞാണ് ഇവ ലക്ഷ്യം കണ്ടെത്തുന്നത്. ഈ പാസീവ് ഇൻഫ്രാറെഡ് സാങ്കേതിക വിദ്യ കാരണം ശത്രു രാജ്യങ്ങളുടെ അത്യാധുനിക റഡാർ മുന്നറിയിപ്പ് സംവിധാനങ്ങൾക്ക് ഈ മിസൈൽ തങ്ങളെ ലക്ഷ്യം വെച്ച് വരുന്ന കാര്യം മുൻകൂട്ടി കണ്ടെത്താൻ കഴിയില്ല. കൂടാതെ വിമാനങ്ങളിൽ നിന്നും ഡ്രോണുകളിൽ നിന്നും പുറപ്പെടുവിപ്പിക്കുന്ന ശക്തമായ ഇലക്ട്രോണിക് തരംഗങ്ങൾ ഉപയോഗിച്ച് ഈ സിസ്റ്റത്തെ ജാം ചെയ്യാനോ ഇതിന്റെ ഗതി തിരിച്ചുവിടാനോ സാധ്യമല്ല. ഈ പ്രത്യേകതയാണ് അമേരിക്കയുടെ അജയ്യമായ F-35 പോലെയുള്ള 5ാം തലമുറ സ്റ്റെൽത്ത് യുദ്ധവിമാനങ്ങൾക്ക് പോലും ഈ സിസ്റ്റം ഒരു കില്ലറായി മാറുമെന്ന് വിദഗ്ധർ വിലയിരുത്താൻ കാരണം. അർമേനിയയെ സംബന്ധിച്ചിടത്തോളം ഈ ആയുധം അവരുടെ നിലനിൽപ്പിന്റെ തന്നെ ഭാഗമാണ്. അയൽ രാജ്യമായ അസർബൈജാനുമായി നിലനിൽക്കുന്ന കടുത്ത അതിർത്തി തർക്കങ്ങളും നാഗോർണോ കരാബാബ് മേഖലയിലെ സൈനിക പരാജയങ്ങളുമാണ് അർമേനിയയെ ഇത്തരമൊരു നീക്കത്തിന് പ്രേരിപ്പിച്ചത്. അസർബൈജാൻ വലിയ തോതിൽ ഉപയോഗിക്കുന്ന തുർക്കി നിർമ്മിത ബൈരക്തർ ഡ്രോണുകളെയും ഇസ്രയേൽ നിർമ്മിത ആത്മഹത്യാ ഡ്രോണുകളെയും പ്രതിരോധിക്കാൻ അർമേനിയൻ സൈന്യത്തിന് ഇതുവരെ കൃത്യമായ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നില്ല. മജീദ് സിസ്റ്റത്തിന്റെ വരവോടെ അർമേനിയൻ വ്യോമാതിർത്തി കൂടുതൽ സുരക്ഷിതമാകും. എന്നിരുന്നാലും ഈ ആയുധ ഇടപാട് കോക്കസസ് മേഖലയിലെ സമാധാന അന്തരീക്ഷത്തെ കൂടുതൽ സങ്കീർണമാക്കുമെന്ന ഭീതി പരത്തുന്നുണ്ട്. അസർബൈജാന് ശക്തമായ സൈനിക പിന്തുണ നൽകുന്ന തുർക്കിയും ഇസ്രയേലും ഇറാന്റെ ഈ നീക്കത്തെ കടുത്ത ആശങ്കയോടെയാണ് കാണുന്നത്. ഇറാന്റെ ആയുധങ്ങൾ തങ്ങളുടെ അതിർത്തിക്കടുത്ത് വിന്യസിക്കപ്പെടുന്നത് തങ്ങൾക്ക് ഭീഷണിയാണെന്ന് അസർബൈജാൻ വരും ദിവസങ്ങളിൽ ആരോപിച്ചേക്കാം.
ഇത് മേഖലയിൽ പുതിയൊരു ആയുധ മത്സരത്തിന് വഴി തുറക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. അമേരിക്ക സംബന്ധിച്ച് ഈ വാർത്ത വലിയൊരു നയതന്ത്ര പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. ഒരു വശത്ത് തങ്ങളുടെ സഖ്യകക്ഷിയാകാൻ ശ്രമിക്കുന്ന അർമേനിയ, മറുവശത്ത് അമേരിക്കയുടെ ഏറ്റവും വലിയ ശത്രുവായ ഇറാനിൽ നിന്ന് കോടിക്കണക്കിന് ഡോളറിന്റെ ആയുധങ്ങൾ വാങ്ങുന്നു എന്നത് വാഷിംഗ്ടണിന് അംഗീകരിക്കാൻ കഴിയുന്നതല്ല. ഈ ഇടപാടിന്റെ പേരിൽ അർമേനിയക്കെതിരെ ഉപരോധങ്ങൾ ഏർപ്പെടുത്താൻ അമേരിക്ക നിർബന്ധിതരായേക്കാം. എന്നാൽ അങ്ങനെ ചെയ്താൽ അത് അർമേനിയയെ പൂർണ്ണമായും ഇറാന്റെയും റഷ്യയുടെയും ചേരിയിലേക്ക് എത്തിക്കുമെന്ന ഭയവും അമേരിക്കയ്ക്കുണ്ട്. ഇറാനെ സംബന്ധിച്ച് ഈ കരാർ കേവലം ഒരു സാമ്പത്തിക ലാഭം മാത്രമല്ല നൽകുന്നത്. അന്താരാഷ്ട്ര ഉപരോധങ്ങളെ മറികടന്ന് തങ്ങളുടെ തദ്ദേശീയ സൈനിക സാങ്കേതിക വിദ്യ ലോക വിപണിയിൽ വിറ്റഴിക്കാൻ കഴിയുമെന്ന് തെളിയിക്കാൻ ഇറാന് സാധിച്ചു. റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ ഇറാന്റെ ഷാഹിദ് ഡ്രോണുകൾ വലിയ സ്വാധീനം ചെലുത്തിയത് നമ്മൾ കണ്ടതാണ്. അതിനു പിന്നാലെ ഇപ്പോൾ അത്യാധുനിക മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കാൻ തുടങ്ങിയത് ഇറാന്റെ ആഗോള സൈനിക പദവി ഉയർത്താൻ കാരണമാകും. വരും ദിവസങ്ങളിൽ ഈ വിഷയത്തിൽ കൂടുതൽ അന്താരാഷ്ട്ര പ്രതികരണങ്ങൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അർമേനിയൻ പരേഡിൽ ഈ സിസ്റ്റം പ്രത്യക്ഷപ്പെട്ടതിനെ കുറിച്ചുള്ള ഔദ്യോഗിക വിശദീകരണങ്ങൾ യെരവാനിൽ നിന്നും ടെഹ്റാനിൽ നിന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. എങ്കിലും മിഡിൽ ഈസ്റ്റിലെ സംഘർഷങ്ങൾ പുകയുന്നതിനിടയിൽ കോക്കസസ് മേഖലയിൽ ഇറാന്റെ സാന്നിധ്യം ശക്തമാകുന്നത് വൻ ശക്തികൾക്കിടയിലെ നയതന്ത്ര യുദ്ധം കൂടുതൽ കടുപ്പമുള്ളതാക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.